പ്രായം 11 മാത്രം. വയലിനിൽ നാദവിസ്മയം തീർക്കുന്ന ഗംഗ ശശിധരൻ ഇതുവരെ പരിപാടികൾ അവതരിപ്പിച്ചത് 200-ലേറെ വേദികളിൽ. തദ്ദേശ ദിനാഘോഷ വേദിയിലും ഗംഗ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചു. വയലിൻ തന്ത്രികളിൽ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഗംഗ ശശിധരൻ നവമാധ്യമങ്ങളിലെയും വേദികളിലെയും മിന്നും താരമാണ്. വയലിനിൽ നാദവിസ്മയം തീർക്കുന്ന ഈ 11 വയസ്സുകാരി വിദേശത്തും സ്വദേശത്തുമായി ഇതുവരെ 200-ലധികം വേദികളിൽ വയലിൻ കച്ചേരിയും സംഗീത പരിപാടികളും അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെ നിരവധി രാഗങ്ങൾ വയലിനിൽ വായിച്ചിട്ടുണ്ടെങ്കിലും ആബേരി, നാട്ട എന്നീ രാഗങ്ങൾ വായിക്കാനാണ് ഈ 6ാം ക്ലാസ്സുകാരിക്ക് ഏറെ ഇഷ്ടം. ആബേരി വായിക്കാൻ ഇഷ്ടം, നാട്ട വായിക്കാൻ ഇഷ്ടം. അത് അമ്മ ചെറുപ്പത്തിലെ എല്ലാ ഇങ്ങനെ പാട്ടുകൾ കേൾപ്പിച്ചത്, അപ്പം അങ്ങനെ പഠിക്കാൻ തോന്നിയതാ. എനിക്ക് സംഗീതത്തോട് നല്ല ഇഷ്ടമാണ്. എല്ലാ പ്രമുഖന്മാരോട് കൂടെ വായിക്കാൻ പറ്റി, സന്തോഷം. മലപ്പുറം വെളിയങ്കോട് ശശിധരൻ കൃഷ്ണവേണി ദമ്പതികളുടെ മകളായ ഗംഗ 4.5 വയസ്സ് മുതലാണ് വയലിൻ അഭ്യസിച്ചു തുടങ്ങിയത്. ഗുരുവും പ്രശസ്ത വയലിനിസ്റ്റുമായ TS അനുരൂപിനോടൊപ്പമുള്ള വയലിൻ കച്ചേരികൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. അമ്മ വീട് ഗുരുവായൂർ എന്നതാണ് തൃശ്ശൂരുമായുള്ള ഗംഗയുടെ അടുപ്പം. വാതാപി ഗണപതി, മരുതമലൈ മാമണിയെ, സാമവേദം നാവിലുണർത്തുന്ന കുനുകുനെ, കുറുനിരകൾ തുടങ്ങി നിരവധി ഗാനങ്ങൾ അതിമനോഹരമായി തന്നെ ഗംഗ വയലിനിൽ വായിക്കും. ഗുരുവായൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിലും വയലിനിൽ നാദതാരമൊഴിച്ച് ഗംഗ സദസ്സിനെ കയ്യിലെടുത്തു. സംഗീതവേദികളിലെ തിരക്കുള്ള താരമാണ് ഇന്ന് ഗംഗ ശശിധരൻ എന്ന ഈ കുഞ്ഞു താരം. കുഞ്ഞല്ല, വലിയ താരം തന്നെയാണ്. അത്രമാത്രം മികവോടെയാണ് ഓരോ വേദികളിലും പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. എന്തായാലും അഭിനന്ദനങ്ങൾ. ഇനിയും മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്.